ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിൻ്റെ EVS ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2023-24 വർഷത്തിലെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ EVS ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ക്രിസ്മസ് എക്സാമൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള എല്ലാതും, അതായത് ഇംഗ്ലീഷും മാത്സും എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2023-24 എൻവിയോൺമെൻറ്റൽ സയൻസ് അഥവാ EVS. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 1. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ദ റോഡ് ടു ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൻ ബിലോ ആർ ദ പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ഫ്രീഡം സ്ട്രഗിൾ, മാച്ച് ദം ഡ്രോയിങ് ലൈൻസ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളുമായി ബേസ് ചെയ്തിട്ട് കുറച്ച് പിക്ചേഴ്സും കുറച്ച് സെൻറ്റൻസസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായ രീതിയിൽ നമ്മൾ മാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് എന്താ, ഗാന്ധിജിയും പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സൈഡിൽ വായിച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ആൻ ഓപ്പൺ ഗ്രൗണ്ട് ഇൻ പഞ്ചാബ് വിത്ത് ഓൺലി 1 എൻട്രൻസ്. എന്താണ്, പഞ്ചാബിലുള്ള ഒരു ഓപ്പൺ ഗ്രൗണ്ടാണ്, ആകെ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏതാണ്, അത് മൂന്നാമത്തേതാണ്. അപ്പോൾ അത് മൂന്നാമത്തിലേക്ക് മാച്ച് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, സോൾട്ട് ഈസ് ദ സിംബൽ ഓഫ് സ്ട്രെങ്ത് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. എന്താണ്, സോൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു സിമ്പലാണ്, സ്ട്രെങ്ത്തിൻ്റെ ഒരു സിമ്പലാണ്. അപ്പോൾ അതെന്താണ്, അത് ഗാന്ധിജിയും കൂട്ടുകാരും കൂടി നടന്നു പോകുന്നതാണ്. അപ്പോൾ അത് ഏൽക്ക് വരക്കുക. ഇനി അടുത്തത് എന്താ, നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറ്റ് എനി ലെവൽ. ഒരു ലെവലിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനായിട്ട് കോപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് ടൂൽക്ക് വരക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി വെക്കാം. ഓക്കെ, നമുക്ക് അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് ക്രൂവൽ അറ്റംപ്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് to frighten the Indians that took place in Jallianwala Bagh. അപ്പോൾ ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റും അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. അമൃത്സർ ഇൻ പഞ്ചാബ് 13 April 1919, എ മീറ്റിംഗ് ടു പ്രൊട്ടസ്റ്റ്, ഓപ്പൺ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ഹ്യൂജ് ബിൽഡിങ്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പോയിൻ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, യൂസിങ് ദ എബവ് ഹിൻസ് പ്രിപ്പയർ എ നോട്ട് ഓൺ ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റ്സ്. അപ്പോൾ എന്താണ്, ഈ ഹിൻസ് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെ എഴുതാം, ജാലിയൻവാല ബാഗ് ഈസ് എ ഹിസ്റ്റോറിക് ഓപ്പൺ ഗ്രൗണ്ട് ഇൻ അമൃത്സർ പഞ്ചാബ് സറൗണ്ടഡ് ബൈ ഹ്യൂജ് ബിൽഡിങ്സ്. അപ്പോൾ എന്താണ് ജാലിയൻവാല ബാഗ് എന്ന് പറയുന്നത്, ഒരു ഹിസ്റ്റോറിക് ഓപ്പൺ ഗ്രൗണ്ടാണ്. അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിലുള്ള ഒരു ഹിസ്റ്റോറിക് ഓപ്പൺ ഗ്രൗണ്ടാണ്. അതിന് ചുറ്റും എന്താ, സറൗണ്ടഡ് ബൈ ഹ്യൂജ് ബിൽഡിങ്സ്, ചുറ്റോളം ഫുള്ള് ബിൽഡിങ്സ് ആണ്. On April 13, 1919, a peaceful meeting was held here to protest against British government. അപ്പോൾ എന്താണ്, ഏപ്രിൽ 13 1919 ഒരു പീസ്ഫുൾ മീറ്റിംഗ് അവിടെ ഹെൽഡ് ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അവിടെ ഹെൽഡ് ചെയ്തു. ബട്ട് ഇറ്റ് ടേൺഡ് ട്രാജിക്. അതെന്തായി, ട്രാജിക്കായി മാറി. വെൻ ബ്രിട്ടീഷ് സോൾജേഴ്സ് ഫയർഡ്, കില്ലിങ്, ഇഞ്ചുറിങ് മെനി ഇന്ത്യൻസ്. അപ്പോൾ എന്താണ്, ഈ ബ്രിട്ടീഷേഴ്സ് അവിടെ അങ്ങനെ നടക്കുന്ന ആ സ്ഥലത്ത് എന്ത് ചെയ്തു, ഈ ഇന്ത്യൻസിനെ അവിടെ വെച്ചിട്ട് വെടിവെച്ച് അവിടെ ഒരുപാട് പേരെ കൊന്നിട്ട് അതെന്തായി, ട്രാജിക്കായി മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് ജാലിയൻവാല ബാഗിനെ കുറിച്ചിട്ടുള്ളൊരു ഷോർട്ട് നോട്ട്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 ആണ് സോങ്സ് ഓഫ് കേരള. കേരള സോങ്സ് ആണ്. ഗിവൻ ബിലോ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ഇൻ കേരള. കേരളത്തിലെ സോങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മാപ്പിളപ്പാട്ട്, വടക്കംപാട്ട്, ഞാറ്റുപാട്ട്, നാടൻ പാട്ട്. ഇനി അതിൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനലൈസ് ദ ഫീച്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താണ്, ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അത് ഏത് ടൈപ്പ് ഓഫ് സോങ് ആണ് എഴുതണം. സോങ്സ് ഓഫ്
എ റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അപ്പോൾ എന്താണ് സോങ്സ് ഓഫ് എ റീജിയൻ? ഒരു റീജിയൻ്റെ പാട്ടാണ്. അതെന്ത് ചെയ്യും? ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ അതേത് പാട്ടാണ്? അപ്പോൾ അത്തരം പാട്ടിന് നമ്മൾ എന്താണ് പറയുക? നാടൻ പാട്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. സോങ്സ് പോപ്പുലറൈസ്ഡ് ബൈ മൊയിൻകുട്ടി വൈദ്യർ ഇൻ കേരള. ഏത് പാട്ടാണ്? മാപ്പിളപ്പാട്ട്. ഇനി മൂന്നാമത്തെ സോങ്സ് ഡിസ്ക്രൈബിങ് ദ വാലർ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ്. ഇനി എന്താണ് ഫേമസ് ആയിട്ടുള്ള വാരിയേഴ്സിനെ കുറിച്ചിട്ട് പറയുന്ന പാട്ട് ഏതാണ്? വടക്കൻ പാട്ട്. ഇനി നാലാമത്തെ സോങ് സങ് ബൈ ദ ഫാമേഴ്സ് വിത്ത് ദ റിതം ഓഫ് പ്ലാന്റിങ് പാഡി. നമ്മൾ എന്താണ് പാഡിയൊക്കെ നടുമ്പോൾ ഫാമേഴ്സ് പാടുന്ന പാട്ട് ഏതാണ്? ഞാറ്റുപാട്ട്. ഏതാണ് കൂട്ടുകാരെ? ഞാറ്റുപാട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? ഓമന തിങ്കൽ കിടാവോ നല്ല കോമള താമര പൂവോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഡസ് ദ സോങ് ബിലോങ് ടു? അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏത് കാറ്റഗറിയിലാണ് ഈ പാട്ട് പെടുക? അപ്പോൾ ഏതൊക്കെയാണ്? വഞ്ചിപ്പാട്ട്, താരാട്ടുപാട്ട്, ഞാറ്റുപാട്ട്, വടക്കൻ പാട്ട്. അപ്പോൾ ഇതിലേതിലാണ് ഇത് പെടുന്നത്? എന്താണ്? ഇതൊരു താരാട്ടുപാട്ടാണ്. അപ്പോൾ ആ തന്നിരിക്കുന്ന ബോക്സിൽ താരാട്ടുപാട്ട് എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ദ എർത്ത് ആൻഡ് ദ മൂൺ. എർത്തും മൂണും ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ എന്താണ്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നോക്കുക. അതിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. എർത്ത് ഹാസ് 2 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്. എന്താണ്? നമുക്കറിയാം എർത്തിന് എന്താണ് 2 ടൈപ്സ് മൂവ്മെൻറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഇൻക്ലൂഡിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് 2 മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഈ 2 മൂവ്മെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിസ്സായി പോയ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളത് ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എർത്ത് എന്താണ്? എർത്തിൻ്റെ റൊട്ടേഷൻ 2 ടൈപ്സ് ഉണ്ട്. റൊട്ടേഷനും അതുപോലെ റെവല്യൂഷനും. അപ്പോൾ റെവല്യൂഷൻ തന്നിട്ടില്ല. അപ്പോൾ റെവല്യൂഷൻ എഴുതാം. ദെൻ റൊട്ടേഷനിൽ എന്താ? റെവല്യൂഷൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കാം. റിവോൾവ്സ് അറൗണ്ട് ദ സൺ വൈൽ റൊട്ടേറ്റിംഗ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. എന്ത് ചെയ്യുന്നു? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, അതിൻ്റെ സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്? നമുക്ക് പറയാം റൊട്ടേഷൻ ആണെങ്കിൽ എന്താണ്? റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്സിസ്. സ്വന്തം ആക്സിസിൽ ഇങ്ങനെ എന്ത് ചെയ്യും? എർത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക എങ്ങനെയാണ്? 24 hours ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കാൻ 24 മണിക്കൂർ എടുക്കും. ഇനി ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാനോ 365 days ഫോർ 1 റെവല്യൂഷൻ. അപ്പോൾ 365, അതായത് ഒരു വർഷം എടുക്കും എന്ത് ചെയ്യാൻ? എർത്ത് സണ്ണിനെ ചുറ്റോറം കറങ്ങി എത്താൻ. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. Sharath is trying to draw how the moon appears from the new moon day to the full moon day. Help Sharath shade the picture suitably. അപ്പോൾ ഷെയ്ഡ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഫിഗർ ഉണ്ട്. ന്യൂ മൂൺ ഡേ, ഡേ 7, അതുപോലെ ഡേ 14 എങ്ങനെയാണ് ആ ഷെയ്ഡിങ് വരിക എന്നുള്ളത് ഉണ്ട്. അപ്പോൾ അതുപോലെ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 4 ആണ്. വി ആർ 2 പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് നേച്ചർ. എന്താണ്? ഞങ്ങളും നേച്ചറിൻ്റെ പ്രൊട്ടക്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ? ബേർഡ്സ് ആർ ദ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് നേച്ചർ. റൈറ്റ് ഹൗ ദ ഫോളോയിങ് ബേർഡ്സ് ആർ ബെനഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ താഴെ എന്താ? കുറച്ച് ബേർഡ്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? എൻവയോൺമെൻറ്റിന് എന്ത് ഉപകാരമാണ് ഇവരെ കൊണ്ടുള്ളത്? അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ എന്താണ്? ഔള്, പിന്നെ ക്രോ, പിന്നെ സ്പാരോ ഒക്കെയാണ്. അപ്പോൾ ഔൾ എന്താണ്? പ്രിവെൻറ്റ് ദ ഇൻക്രീസ് ഓഫ് റാറ്റ്. എന്താണ്? റാറ്റ് കൂടുന്നത് കുറയ്ക്കും അല്ലേ. ഇനി രണ്ടാമത്തേത് എന്താണ്? ക്രോയാണ്, കാക്കയാണ്. എൻവയോൺമെൻറ്റ് ക്ലീൻ ആക്കും, അതുപോലെ പെസ്റ്റ് കൺട്രോൾ. പിന്നെ സ്പാരോ സ്പാരോ എന്താ ചെയ്യുക? സീഡ് ഡിസ്പോസലൊക്കെ ചെയ്യും. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്താ? ഇൻ മെനി വേസ് ബേർഡ്സ് ആർ ബെനഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ പ്രകൃതിക്ക്, നമ്മുടെ എൻവയോൺമെൻറ്റിന് ഈ ബേർഡ്സ് ഒക്കെ യൂസ്ഫുള്ളാണ്. ബട്ട് മെനി ബേർഡ്സ് ആർ ഡിക്രീസിങ് ഇൻ നമ്പർ ടുഡേ. പക്ഷേ എന്താണ്? ഇപ്പോൾ ഒരുപാട് ബേർഡ്സിൻ്റെ നമ്പേഴ്സ് കുറയുന്നുണ്ട്. വാട്ട് മേ ബി ദ റീസൺ? റൈറ്റ് ദം. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? ദിസ് മീൻസ് ദാറ്റ് ദെയർ ഹോംസ് ആർ ബീങ് ഡെസ്ട്രോയിഡ്, ഡാമേജ് ഓർ ചേഞ്ച്ഡ് ലിവിങ്
ലീവിങ് ദ ബേർഡ്സ് വിത്തൗട്ട് എ പ്ലേസ് ടു ലിവ്, ഈറ്റ് ആൻഡ് ബ്രീഡ്. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള അവരുടെ എൻവയോൺമെൻറ്റ്, അവരുടെ വീടൊക്കെ ഇല്ലാണ്ടാവുന്നത് കൊണ്ടാണ്, അവർക്ക് സ്യൂട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബേർഡ്സൊക്കെ ഇങ്ങനെ കുറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് പീക്കോക്കും അതുപോലെ വൾച്ചറും ഹോൺബിലും ഒക്കെ എഴുതാം. ഓക്കെ, ഇനി 5th ആക്ടിവിറ്റി ആണ് ലെറ്റ്സ് നോ ദ എയർ. ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ ഒന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ എയർ ഈസ് യൂസ്ഡ് ടു ഫിൽ ദ ടയർ ഓഫ് എ വെഹിക്കിൾ. ഒരു വെഹിക്കിളിൻ്റെ ടയർ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണ്? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. എയർ ഹാസ് ദ പവർ ടു സ്പ്രെഡ് അറൗണ്ട്, എയർ ക്യാൻ ലിഫ്റ്റ് വെയ്റ്റ്, എയർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അപ്പോൾ ഇതിൽ ആപ്റ്റായിട്ട് വരുന്നത് ഏതാണ്? സി ആണ്. എയർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ടു പ്രൂവ് എയർ ഹാസ് ദ പവർ ടു സ്പ്രെഡ് അറൗണ്ട്. എയറിന് എന്താണ്? ചുറ്റിലും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്. ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്സ് ആർ ഗിവൻ ബിലോ. പ്രിപ്പയർ ദ എക്സ്പെരിമെൻ്റൽ നോട്ട് ഇൻക്ലൂഡിങ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ മെറ്റീരിയൽസ് എഴുതണം, മോഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് എഴുതണം, ഫൈൻഡിങ്സ് എഴുതണം, കൺക്ലൂഷൻസ് എഴുതണം. അപ്പോൾ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഗ്ലാസ്, ബലൂണ്, ത്രെഡ്, മാച്ച് ബോക്സ്, ഇൻസെൻസ് സ്റ്റിക്ക്, പേപ്പർ, കാറ്റാടി, ദെൻ കാർഡ്ബോർഡ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.